പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ പറയുന്നത് ഇന്ത്യക്കെതിരെ ആണവ യുദ്ധം നടത്തുമെന്നാണ്. സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. അവിടെ അണകെട്ടിയാൽ ഞങ്ങൾ മിസൈൽ അയച്ച് തകർക്കും. ബിലാവൽ ഭൂട്ടോ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തുമെന്ന് പറയുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നു ഇന്ത്യയെ പാഠം പഠിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നടക്കം കനത്ത തിരിച്ചടി നേരിട്ട പാകിസ്ഥാൻ വീണ്ടും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്കതിനുള്ള ശേഷിയുണ്ടോ നിലവിൽ? ഇത് യുദ്ധാഗ്രഹത്തിൻ്റെ പ്രശ്നമല്ല. അത് യുദ്ധം ആഗ്രഹിക്കുന്നത് കൊണ്ട് നടത്തുന്ന പ്രസ്താവനകളായിട്ട് നമ്മളതിനെ കണക്കാക്കാൻ പാടില്ല. പാകിസ്ഥാനെ ഉണ്ടായ പ്രത്യാഘാതം എന്ന് പറയുന്നത് അവർക്ക് അപരിഹാര്യമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സിന്ധു നദീതട ചർച്ച ആ കരാർ ലംഘിക്കപ്പെട്ടത് തന്നെയാണ്. എന്നുവെച്ചാൽ വെള്ളം കിട്ടാത്തതാണ് പ്രശ്നം. സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് വെള്ളമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കൃഷി മുഴുവനും നശിച്ചു പോകും എന്നുള്ളതാണ് ഏറ്റവും ആദ്യം സംഭവിക്കുന്നത്. വെച്ചാൽ അത് വൻ ദുരന്തമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ അതിൻ്റെ ജൈവ നാടി മുറിച്ചതിന് തുല്യമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലവിളികൾ പല രൂപത്തിലാണ് വരുന്നതെന്ന് മാത്രമാണ്. കുറേ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ അവർക്ക് ആവശ്യത്തിന് വെള്ളം ചെന്നപ്പോൾ നമ്മൾ കൊടുത്തുന്നിരിക്കും. പക്ഷേ ഇന്നലെയും ചെങ്കോട്ടയും മോദി പ്രഖ്യാപിച്ച് അതിലൊരു പുനരാലോചനയും ഇല്ല എന്നാണ്. കാരണം ഇങ്ങനെ ഞങ്ങൾ ആക്രമിക്കും, തകർക്കും, തരിപ്പണമാക്കും, റോക്കറ്റ് വെക്കും, അണ്വായുധം പ്രയോഗിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് തിരിച്ചടി അതേ നാണയത്തിൽ തന്നെ കൊടുക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഒരു പുനരാലോചനയും ഇല്ല, നീ റോക്കറ്റ് വെക്കുകയും വെച്ചോ, അണ്വായുധം പൊട്ടിച്ചോ, എന്തായാലും ഇന്ത്യയുടെ നിലപാട് ഇതാണ് എന്ന് തീർച്ചയായിട്ടും നരേന്ദ്രമോദി വീണ്ടും പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനം അതാണ്. ഇങ്ങനെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗവിളികളൊക്കെ നടന്ന് കുറച്ച് കഴിയുമ്പോൾ അതിലൊരു മൂന്നാം കക്ഷി ഇടപെട്ടേക്കാം. മൂന്നാം കക്ഷി എന്ന് പറഞ്ഞാൽ അമേരിക്ക ആയിരിക്കും എന്ന് നമ്മൾ കരുതുക. എന്നിട്ട് ആ ചേട്ടന് ഇത്തിരി വെള്ളം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വെള്ളം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിന് നമ്മളും ചില പ്രീ കണ്ടീഷൻസ് അതിന് മുന്നിൽ ചിലപ്പോൾ വെച്ചേക്കാം. അങ്ങനെയൊക്കെ അത് പരിഹരിക്കപ്പെട്ടേക്കാം എന്നേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അതല്ലാതെ പാകിസ്ഥാൻ എങ്ങനെയാണ് ഇനി ഇന്ത്യ ആക്രമിക്കാനായിട്ട് വരിക? ഈ അക്രമത്തിൻ്റെ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ പ്രത്യേക പരിപാടിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അശുരാഷ്ട്രമാണ് എന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിസൾട്ടല്ല ഉണ്ടാക്കാൻ കഴിഞ്ഞത്. രണ്ട് തുല്യ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, അതിൽ പാകിസ്ഥാൻ തോറ്റു, അത്രയേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇത് തുല്യ രാഷ്ട്രമല്ല, അവനൊന്നുമല്ല എന്ന് വ്യക്തമായിട്ട് പ്രഖ്യാപിച്ച ഒരു യുദ്ധമായിരുന്നു ഈ യുദ്ധം എന്നുള്ളത്. പക്ഷേ ഈ ഹിരോഷിമ നാഗസാക്കി നമ്മുടെ വലിയ ദുരന്തമായി നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആരും ഇതുവരെ അണുവായുധം, അണുബോംബ് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അപ്പോൾ പാകിസ്ഥാൻ എന്ത് കാര്യത്തിലാണ് ഈ നിരന്തരം ഈ ആണവ ഭീഷണി മുഴക്കുന്നത്? അത്തരത്തിലൊരു ആറ്റം ബോംബ് ഭീഷണി വാസ്തവത്തിലുണ്ടോ ഇന്ത്യക്ക്? അല്ല, ആറ്റം ബോംബ് ഭീഷണി എന്ന് പറയുന്നത് വാക്കിൽ പ്രയോഗിക്കാവുന്ന ഭീഷണി മാത്രമായിട്ട് മാറി. നാഗസാക്കിയും ഹിരോഷിമയും നമുക്ക് ഒരു പാഠമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് ഇടുന്ന സമയത്ത് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ കയ്യിൽ മാത്രമാണ് അണ്വായുധം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ റഷ്യയുടെ കയ്യിൽ അതിനുള്ള ചില സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാം. അതിനപ്പുറത്ത് മറ്റ് രാഷ്ട്രങ്ങൾക്കൊന്നും അണ്വായുധം എന്താണ് എന്ന് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബിഗ് ബ്രദർ എന്ന നിലയ്ക്ക് അമേരിക്കയുടെ ഇടപെടലിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നിരവധി രാഷ്ട്രങ്ങളുടെ കയ്യിൽ അണ്വായുധങ്ങളുണ്ട്. ഇന്ത്യയുടെ കയ്യിലുണ്ട്, ചൈനയുടെ കയ്യിലുണ്ട്, പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. ഇത് നമ്മളുടെ ഈ പ്രദേശത്ത് നിൽക്കുന്ന 3 രാഷ്ട്രങ്ങളാണ്. ഇവർ പരസ്പരം ഒരു കാരണവശാലും അണ്വായുധ പ്രയോഗം നടത്തില്ല. കാരണം അണ്വായുധം എന്ന് പറയുന്നത് വലിയൊരു അക്രമോത്സുകത ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ആയുധമാണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ അത് ഒരു രാഷ്ട്രത്തിൻ്റെ സംരക്ഷണ കവചമായിട്ടും മാറിത്തരുന്നുണ്ട്. നമ്മളെന്തിനാണ് അണ്വായുധം പ്രയോഗിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ യുദ്ധം 1962 ചൈനയും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ നമ്മൾ ആയുധപരമായിട്ട് വളരെ പിറകിലായിരുന്ന പ്രാകൃതമായ രാഷ്ട്രമായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ ചൈനയ്ക്ക് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അന്ന് നമ്മൾ പല സ്ഥലത്തും നമ്മളുടെ ഈ ചങ്കുറപ്പ് കൊണ്ടും അതേപോലെ തന്നെ പട്ടാളക്കാരുടെ പ്രതിബദ്ധത കൊണ്ടും പിടിച്ചു നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അരുണാചൽ പ്രദേശം
പോലെയുള്ള ആ സ്ഥലത്ത് ആ താഴ്വരയൊക്കെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് നമ്മൾ സംരക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ലഡാക്കിലേക്ക് ചൈനക്കാരന് കിടക്കാൻ പറ്റാതെ പോയത്. അതന്ന് നമ്മളുടെ ശരീരം കൊണ്ട് മാത്രം നമ്മൾ സംരക്ഷിച്ച ഒരു സംവിധാനം. പക്ഷേ ആ യുദ്ധം പെട്ടെന്ന് കഴിഞ്ഞു. ആ യുദ്ധം കഴിഞ്ഞ സമയത്ത് അന്ന് മുതൽ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരും അതേപോലെ തന്നെ രാഷ്ട്രീയ തന്ത്രജ്ഞരുമൊക്കെ അവരുടെ ഹൃദയത്തിൽ കുറിച്ചു വെച്ച ഒരു കാര്യമുണ്ട്. ചൈന മേലാൽ നമ്മളെ ആക്രമിക്കാതിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനാണ് നമ്മൾ ഒരു ആണവശക്തിയായിട്ട് ന്യൂക്ലിയർ പവറായിട്ട് മാറണം എന്നുള്ളത്. ഒരു ലോകത്തോ ആരും അറിയാതെ തന്നെ നമുക്ക് അന്ന് അത് നിർവഹിക്കാനായിട്ട് കഴിഞ്ഞു. അതിനുള്ള നിരന്തരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നു. ആ പരീക്ഷണം നമ്മൾ നടത്തിയത് രാജസ്ഥാൻ മരുഭൂമിയിലായിരുന്നു. അമേരിക്കയുടെ കണ്ണുകൾ, ചാരക്കണ്ണുകൾ, പാകിസ്ഥാൻ്റെ ചാരക്കണ്ണുകൾ ഒക്കെ അതിലേക്ക് ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ പരീക്ഷണം നടത്തുന്നത്. പക്ഷേ അവർ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, രാത്രിയുടെ ഇരുട്ടിൽ മാത്രമാണ് അങ്ങോട്ട് ഓരോ സാധനങ്ങളും കൊണ്ടുപോയി വലിയ തുരങ്കമുണ്ടായി അണ്ടർഗ്രൗണ്ട് സംവിധാനത്തിനകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ച് ഓരോ ദിവസവും നമ്മൾ കടത്തിക്കൊണ്ടുപോയിട്ടാണ് ആ പരീക്ഷണം നടത്തുന്നത്. അത് പൊട്ടിച്ച സമയത്താണ് പിന്നെ ലോകം അറിഞ്ഞത്. ഞെട്ടിപ്പോയി അമേരിക്കയാണ് ഞെട്ടിയത്, പാകിസ്ഥാനല്ല ഞെട്ടിയത് അന്ന്. കാരണം നമ്മളൊരു വലിയ ന്യൂക്ലിയർ പവറായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് ന്യൂക്ലിയർ ആയുധങ്ങളെ, അണ്വായുധങ്ങളെ ഭയമില്ലാതെ. കാരണം നമുക്കെതിരെ ആരെങ്കിലും അത് പ്രയോഗിച്ചാൽ അവനെതിരെ നമ്മൾ തിരിച്ചത് പ്രയോഗിക്കും. എന്നുവെച്ചാൽ ഇനി ലോകത്ത് ഒരു നാഗസാക്കിയും ഹിരോഷിമയോ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള കാരണം യഥാർത്ഥത്തിൽ എന്താണ്, ഈ അണ്വായുധങ്ങളുടെ സ്പ്രെഡിങ്ങാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിനെതിരെ മറ്റൊരു രാഷ്ട്രം ഉപയോഗിച്ചാൽ, പരസ്പരം ഉപയോഗിച്ചാൽ രണ്ട് രാഷ്ട്രം കത്തിത്തീർന്നു. പാകിസ്ഥാൻ ഒരിക്കലും കത്തിത്തീരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു തീർത്ത് അവർ ആശ്വാസം കൊള്ളുക എന്നതിനപ്പുറം ഒരണുവാദയും ഇന്ത്യക്കെതിരെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. ഇനി ഒരു അക്രമത്തിന് പോലും ഇന്ത്യക്ക് നേരെ അവർ വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ സൈനിക ശേഷി അവരുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്. ഒട്ടുമിക്ക സാധനങ്ങളും തച്ചുടയ്ക്കപ്പെട്ടു. ഇനി അധികം ഒന്നും അവശേഷിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴും ഈ നിവർന്നു നിന്ന്, ഈ തല്ലുകൊണ്ട് താറയെ വീണിട്ട് നിവർന്നു നിന്ന് വെല്ലുവിളിക്കണമെങ്കിൽ അത് അമേരിക്കയുടെ പിന്തുണ അവർക്കുണ്ട് എന്നുള്ള ഒരു മിഥ്യാബോധത്തിൽ നിന്നായിരിക്കണം. അമേരിക്കയ്ക്ക് ഇതിൽ റോളുണ്ടോ? കാരണം ഈ ഇറാനിൽ പോയി ഇസ്രയേൽ ആക്രമിച്ചത് അമേരിക്കൻ സ്പോൺസേഡ് വാറായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇന്ത്യക്കെതിരെ നിൽക്കാൻ അമേരിക്ക പാകിസ്ഥാൻ ഒരു സ്പോൺസർഷിപ്പ് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ വാസ്തവത്തിൽ? ഈ ട്രംപ് എന്തുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ലോകമര്യാദകളെയും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിക്ക് അത്താഴ വിരുന്ന് കൊടുത്തത്? അതിന് കൊടുക്കാൻ പാടില്ല. അദ്ദേഹം അത് കൊടുത്തു എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയെ ആ രാഷ്ട്രത്തിലേക്ക് ആ സമയത്ത് സ്വീകരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതെ, അത് വലിയൊരു സൂചനയായിരുന്നു ശരിക്കും പറഞ്ഞു. ഇന്ത്യക്കെതിരെ ഞങ്ങൾ പാകിസ്ഥാനെ ഒരു എന്താണ് അതിന് ഒരു ഡമ്മിയാക്കി, വാടക ഗുണ്ട, അതെ വാടക ഗുണ്ട, അങ്ങനെ തന്നെയാണ്, അങ്ങനെ ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് ബലൂചിസ്ഥാനിൽ അവർ ഒരു എന്താണ് ലിബറേഷൻ ആർമിയെ ഭീകരവാദ പ്രസ്ഥാനമായിട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു വ്യോമത്താവളം നിർമ്മിക്കാനായിട്ടുള്ള ആലോചന കൂടി നടത്തുന്നു. പിന്നെ എന്താണ് പാകിസ്ഥാനിലുള്ള പെട്രോളിയം ശേഖരം കണ്ടെത്തി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാനായിട്ടുള്ള അമേരിക്കയുടെ സഹായം, പലതരം സഹായങ്ങളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വാഗ്ദാനം ചെയ്യുമ്പോഴും നമ്മൾ ഈ നമ്മളെ ഗുണ്ടകളുണ്ടല്ലോ, അവർക്ക് നമ്മൾ കൊടുക്കുന്ന തരത്തിലുള്ള അപ്പക്കഷ്ണങ്ങൾ അത് ഇട്ട് കൊടുത്തിട്ട് ഈ ഗുണ്ടയെ കൊണ്ട് അടിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഗുണ്ട ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതൽ അടിക്കാനുള്ള ശേഷി അവനില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആയുധങ്ങൾ കൊടുത്താൽ പോലും ഹൈദ്രോസ് ആണ് സംഭവം. ആയുധങ്ങൾ കൊടുത്താൽ പോലും അടിക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അമേരിക്കയിൽ മുൻ പ്രസിഡന്റുമാർ ആരും കാണിക്കാത്തതാണ്. അവർക്കൊക്കെ ഒരു അന്തസ്സുണ്ടായിരുന്നു എന്ത് ചെയ്യുന്ന സമയത്ത്. ഇദ്ദേഹത്തിന് അന്തസ്സും ഇല്ലാത്ത രീതിയിലും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒരു മടിയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ അടുത്ത കാലത്ത് നടന്ന യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപാണ്, ഞാൻ പറഞ്ഞിട്ട് നിർത്തിയല്ലേ ഇവർ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നെനിക്ക് തോന്നുന്നു.